ചോദിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. കാസർഗോഡ് പോക്സോ കേസിൽ പ്രതിക്ക് 167 വർഷം തടവ് ശിക്ഷ. കാസർഗോഡ് സ്വദേശി ഉസ്മാനെയാണ് കോടതി ശിക്ഷിച്ചത്. 2021 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ബുദ്ധിവൈകല്യമുള്ള പെൺകുട്ടിയെ പഴംപൊരി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിലാണ് കോടതിയുടെ ശിക്ഷാവിധി. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, സാധാരണ ഈ പോക്സോ കേസിൽ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷാവിധിയാണ് വന്നിരിക്കുന്നത്. 167 വർഷം പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. വിശദാംശം. തീർച്ചയായും ടോമെ, 167 വർഷം കഠിന തടവും 5,50,000 രൂപ പിഴയുമാണ് ഈ കേസിൽ കോടതി വിധിച്ചത്. അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. 67 വയസ്സുള്ള ഈ ഉസ്മാൻ എന്ന് പറയുന്ന ചെങ്കള സ്വദേശിയായ ഇയാൾ മധൂർ സ്വദേശിനിയായ ഈ 14 വയസ്സുകാരിയെ, അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മാനസിക വൈകല്യമുള്ള ഈ പെൺകുട്ടിയെ പഴംപൊരിയും ചായയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തന്റെ ഓട്ടോയിൽ കയറ്റി ബേബിഞ്ച എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോവുകയും അവിടെ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ഈ പീഡിപ്പിച്ചു എന്നാണ് ഈ കേസ്. അത് മാത്രമല്ല, 2021 ജൂൺ മാസമാണ്, ജൂൺ 25 ഈ സംഭവം നടക്കുന്നത്. അതിനു മുൻപും ഈ പെൺകുട്ടിയെ ഇയാൾ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്തായാലും അത്രത്തോളം സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി പീഡിപ്പിച്ചത്. ആ കേസിലാണ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മാതൃകാപരമായ ഒരു ശിക്ഷ, 167 വർഷം കഠിന തടവ് എന്ന ഒരു ശിക്ഷ കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിച്ചത്. എന്തായാലും ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ കൃത്യമായ തെളിവുകളും ഹാജരാക്കി ഈ പ്രതിക്ക് ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞു എന്നതിനാണ് ഇതിൽ ഏറ്റവും ഈ കേസിനെ പ്രാധാന്യം അർഹിക്കുന്നത്. ഏതായാലും കാസർഗോഡ് വനിതാ പോലീസിലെ SHO ആയിരുന്ന ബാലുമതിയായിരുന്നു ഈ കേസ് അന്വേഷിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും. മറ്റ് തെളിവുകൾ, കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ഇതിൽ കൃത്യമായി ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞു. പ്രോസിക്യൂഷന് വേണ്ടി പ്രിയ ഹാജരായി. എന്തായാലും ഈ കേസിലാണ് ഇത്രത്തോളം വലിയ ഒരു ശിക്ഷ നൽകിയിരിക്കുന്നത്. ഈ പിഴ 5,50,000 രൂപ ഇവരുടെ കുടുംബത്തിന് നൽകണം. ആ പിഴ അടച്ചില്ലെങ്കിൽ 22 മാസം കൂടി അധികം കഠിന തടവ് അനുഭവിക്കണം എന്നാണ് കോടതിയുടെ വിധി. എന്നാൽ നമുക്കറിയാം, ഒരുപാട് ഇത്തരത്തിൽ ചെറിയ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത്തരം കേസുകളിൽ ഒരുപക്ഷെ വലിയ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം, അതല്ലെങ്കിൽ ചെറിയ ശിക്ഷ നൽകുന്ന തെളിവുകളുടെ അഭാവത്തിൽ ഒരുപക്ഷെ പ്രതികളെ വെറുതെ വിടുന്ന പോലും സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ മാതൃകാപരമായ ഒരു ശിക്ഷ. ഇനി ഒരു കുട്ടിയെയും ഇത്തരത്തിൽ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ തൊടാനോ പോലും ഒരാൾക്കും ധൈര്യമുണ്ടാകരുത്. അത് തന്നെയാണ് ഈ ശിക്ഷയിൽ നിന്നും നൽകുന്ന സന്ദേശവും. 167 വർഷം കഠിന തടവ് എന്ന ഒരു ശിക്ഷ, അത് എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഈ പ്രതി നിരന്തരമായി ഈ പെൺകുട്ടിയെ നേരത്തെയും ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് ഈ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചത്. ഈ 2021 സ്വന്തം ഓട്ടോറിക്ഷയിലാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഴംപൊരിയും ചായയും വാങ്ങിത്തരാമെന്ന് ഒരു പ്രലോഭനം നൽകി അത്തരത്തിൽ ഈ കുട്ടിയെ, അതും മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ കൊണ്ടുപോയി ഒരു കുറ്റിക്കാട്ടിലൊക്കെ കൊണ്ടുപോയി ഈ പീഡനത്തിന് ഇരയാക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അന്ന്. അത് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ ഇത്രത്തോളം വലിയൊരു ശിക്ഷ ഇപ്പോൾ ഈ പ്രതിക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായും ബൈജു സൂചിപ്പിച്ചതുപോലെ ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷാവിധിയാണ്. കൊച്ചുകുട്ടികളെ അല്ലെങ്കിൽ യുവതികളെയൊക്കെ പീഡിപ്പിക്കുന്നവർക്ക് ഈ രീതിയിലുള്ള ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും അവർ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ളൊരു സാഹചര്യം പോലും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഇയാളുടെ ഒരു പശ്ചാത്തലം, ഇതിനു മുൻപും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇതുപോലെ നിരവധി ഏതെങ്കിലും കേസുകൾ ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടോ? ഈ മുൻ പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടാണോ പ്രതിക്ക് 167 വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചത്? ബൈജു, ടോമെ, നേരത്തെ ഏതെങ്കിലും കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയെയാണ് ഇത്തരത്തിൽ അതും ആഹാരം വാങ്ങി നൽകാമെന്ന് പറഞ്ഞൊക്കെ
കൊണ്ടുപോയി ഇത്തരത്തിൽ ഒരു വിജനമായ സ്ഥലത്ത്, ഒരു കുറ്റിക്കാട്ടിൽ, അത് ബേബിഞ്ച എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഇത്തരത്തിൽ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഒരു മെസ്സേജ് കൃത്യമായി ഇതിലുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയൊരാൾക്കും ഇത്തരത്തിൽ ഈ ചെറിയ നമ്മുടെ ചെറിയ മക്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകരുത്. അത് തന്നെയാണ് ഈ കേസിലെ ഈ വിധിയുടെ ഏറ്റവും വലിയ സന്ദേശം. ആ 167 വയസ്സുകാരനായ ഇയാൾക്ക് 167 വർഷം കഠിന തടവാണ് കോടതി ശിക്ഷ വെച്ചത്. അതൊരു കൃത്യമായ ഒരു മെസ്സേജ് ഉണ്ട്. അത് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഈ പോക്സോ കേസുകളിൽ ഉൾപ്പെടുന്നവർക്കുള്ള ഒരു താക്കീതായി വിധി മാറുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5,50,000 രൂപ പിഴയടക്കാനും കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അത് ഈ കുട്ടിയുടെ കുടുംബത്തിന് നൽകണം. വളരെ നിർധനരായ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അതിൽ കൃത്യമായി കേസിൽ പറയുന്നുണ്ട്, ഈ മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ അറിയാതെയാണ് ഇയാൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ പല പ്രലോഭനങ്ങളും നൽകിയാണ് ഈ കുട്ടിയെ ഇയാൾ നിരന്തരം പീഡിപ്പിച്ചതെന്ന് കൃത്യമായ ഈ കേസന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അത് തന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും പ്രാധാന്യം. ഈ മെസ്സേജ് കൃത്യമാണ്. ഇത്തരത്തിൽ കുട്ടികൾക്ക് നേരെ കൈയുയർത്തുന്നവർക്കെതിരെ ശക്തമായ ഒരു നിയമം, അത് തന്നെയാണ് ഈ കേസിന്റെ ഈ വിധിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. യെസ്, വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രതിക്ക് 167 വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് കൊല്ലം എഴുകോണിലെ